നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മലയാള സിനിമയിലെ 10 തലയുള്ള രാവണനാണ് ശ്രീനിവാസൻ എന്ന പ്രതിഭ. മലയാളികളുടെ മനസ്സറിഞ്ഞ തിരക്കഥാകൃത്തും സംവിധായകനും അഭിനയത്തിലും ഒരുപോലെ മാറ്റു തെളിയിച്ച വ്യക്തിത്വം. മലയാള സിനിമയിൽ തന്നെ ശ്രീനിവാസൻ തൂലികയെടുത്ത് വെള്ളിത്തിരയിലെത്തിച്ച ആക്ഷേപഹാസ്യ സിനിമകൾ കാലങ്ങളെയും തലമുറകളെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ ഇന്നും മലയാള മനസ്സുകളിൽ എവർഗ്രീനായി തന്നെ നിൽക്കുന്നുണ്ട്. ഒരിക്കലും മറക്കാത്ത കഥാപാത്രങ്ങൾ. സന്ദേശം എന്ന സിനിമ ഇപ്പോഴും സൈബറിടത്തിൽ നിറഞ്ഞു നിൽക്കുന്നതിൽ നിന്നും അറിയാം ശ്രീനിയുടെ പ്രതിഭ മികവ്. 3 പതിറ്റാണ്ടിലേറെയായി സിനിമാ രംഗത്ത് സജീവമായ ശ്രീനിവാസൻ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അഭിനയിക്കാൻ കിട്ടുന്ന അവസരം കളയാറില്ല. ഇപ്പോഴും സിനിമയിൽ സജീവമായി നിൽക്കുന്ന അദ്ദേഹം ഇപ്പോഴും കേരളത്തിലെ ഒരു സാമൂഹിക വിമർശകൻ കൂടിയാണ്. തന്റെ രാഷ്ട്രീയ നിലപാടുകളെ കുറിച്ച് തുറന്നു പറയാനും അദ്ദേഹം മടിച്ചിരുന്നില്ല. തമാശ കലർത്തിക്കൊണ്ടാണ് പലപ്പോഴും അദ്ദേഹം ഇത് വിശദീകരിക്കുക. രാഷ്ട്രീയ പാർട്ടികൾ അടക്കമുള്ള വ്യവസ്ഥാപിതമായ സംവിധാനങ്ങളെ വിമർശിക്കാനും ശ്രീനിവാസൻ ഒരിക്കലും മടി കാണിച്ചിട്ടില്ല. ഇപ്പോഴിതാ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളാണ് ചർച്ചയാകുന്നത്. CPM-നെയും SFIയെയും വിമർശിച്ചാണ് നടനും സംവിധായകനുമായ ശ്രീനിവാസൻ രംഗത്ത് വരുന്നത്. തന്റെ കുടുംബം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അടിയുറച്ച് വിശ്വസിച്ച കുടുംബമായിരുന്നുവെന്നും അച്ഛന്റെ തകർച്ചയോടെ കുടുംബത്തിലെ കമ്മ്യൂണിസവും അവസാനിച്ചുവെന്ന് ശ്രീനിവാസൻ പറഞ്ഞു. അല്പം പോലും ബുദ്ധിയില്ലാത്ത സമയത്ത് താൻ SFI ആയിരുന്നുവെന്നും ബുദ്ധി വന്നപ്പോൾ താൻ ABVP ആയെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ നിന്ന് മാറാനുണ്ടായ കാരണം ശ്രീനിവാസൻ വെളിപ്പെടുത്തിയത്. അച്ഛൻ ഭയങ്കര CPM-കാരനായിരുന്നു. അച്ഛന്റെ പ്രധാന ജോലി തന്നെ കോൺഗ്രസുകാരെ തല്ലാൻ പോകുന്നതായിരുന്നു. അധ്യാപകനാണെങ്കിലും അച്ഛൻ തല്ലാൻ പോയിട്ടുണ്ട്. അക്കാലത്ത് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കുടുംബത്തിന് പാരമ്പര്യമായുള്ളതുപോലെ ചെങ്കൊടിയും പിടിച്ച് തോട്ടുവരമ്പത്തുകൂടെ മുദ്രാവാക്യം പിടിച്ച് നടക്കുമായിരുന്നു. ചെങ്കൊടി തൊട്ട് കളിക്കേണ്ട, ഇത് ചന്ദ്രനിലെത്തിയ കൊടിയാണ് എന്നായിരുന്നു മുദ്രാവാക്യം പിടിച്ചിരുന്നത്. അല്പം പോലും ബുദ്ധിയില്ലാതിരുന്ന കാലത്ത് ഞാൻ SFI ആയിരുന്നു. കുറച്ച് ബുദ്ധി വന്നപ്പോൾ ഞാൻ KC ആയി. അല്പം കൂടി ബുദ്ധി വന്നപ്പോൾ ഞാൻ ABVP ആയി. അച്ഛന്റെ കമ്മ്യൂണിസം അച്ഛന്റെ തകർച്ചയോടുകൂടി കഴിഞ്ഞു. അത് കണ്ടിട്ടാണ് ഞാൻ വരവേൽപ്പ് എന്ന് പറഞ്ഞ സിനിമ ചെയ്തത്. സ്കൂളിൽ നിന്ന് പെൻഷനായി ഇറങ്ങിയ ശേഷം വീടും സ്ഥലവും വിറ്റ് അച്ഛൻ ബസ് വാങ്ങിയ കഥയാണ് വരവേൽപ്പ്. അറിയാത്ത പരിപാടി അച്ഛൻ ചെയ്തു. കമ്മ്യൂണിസ്റ്റുകാരനായ അച്ഛൻ ബസ് വാങ്ങിയപ്പോൾ ബൂർഷാസുയായി. മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരും ശത്രുക്കളായി. ബസ്സിന് മുന്നിൽ കൊടിയും കുത്തി തലശ്ശേരി ബസ് സ്റ്റാൻഡിൽ തടഞ്ഞു വെച്ചു. പിന്നീട് ബസ് മുഴുവൻ തല്ലിപ്പൊളിച്ചു. പിന്നെ ബസ് ജപ്തി ചെയ്തു. ഇതോടെ കുടുംബത്തിന് കമ്മ്യൂണിസവുമായുള്ള ബന്ധം കുറഞ്ഞെന്നും ശ്രീനിവാസൻ പറഞ്ഞു. അദ്ദേഹം വളരെ രസകരമായിട്ടാണ് ഇക്കാര്യം പറഞ്ഞതെങ്കിലും അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഇപ്പോൾ ഏറെ ശ്രദ്ധ നേടുന്നത്.